guys, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്കീ ദുബായ് എക്സ്പ്ലോർ ചെയ്യാനാണ്. And I'm so excited. അത് കണ്ടിട്ട് നമുക്ക് അത് കാണിച്ചിട്ടൊക്കെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ എത്ര പൈസ പോയി നോക്കാം. നമ്മള് ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് നമ്മള് കോൾഡിന്റെ ഡ്രസ്സസ് ഒക്കെ എടുക്കാൻ വന്ന ഷോപ്പാണ് ഇത്. ഇവിടെ ഗ്ലൗസും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അത് മാറ്റിട്ട് നമ്മള് സ്കീ ദുബായിന്റെ അകത്ത് കാണാം. Something big like this, maybe it might look. Commission, yes. Collect ചെയ്ത് നമ്മളിപ്പോ ചേഞ്ചിങ് റൂമിൽ നിന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ നേരെ സ്കീ ദുബായ് പോവാണ്. എന്റെ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മള് നേരെ പോവാണ്. ഹാറ്റും ഉണ്ട്, അതിട്ട് നമ്മൾ നേരെ പോവാണ്. സോ സീ യു ഗൈസ്. ഇത് ഗ്ലൗസ് ഇട്ട് നമ്മൾ ഹാറ്റ് ഇട്ടു. ഇപ്പൊ നമ്മളെ സ്കീം അയക്കാൻ പോവാണ്. സ്കീം അയക്കുന്നതിന് ക്യൂ ആണ് നമ്മളിപ്പോ നിൽക്കുന്ന. സ്കീം അയച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ നമ്മൾ അകത്ത് കയറും. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാം. കളക്ട് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂട്ടിട്ടപ്പോ അത് ഊരിയിട്ട് നമ്മൾ സ്കേറ്റിംഗ് ബൂട്ട് ഇട്ടിട്ട് നമ്മൾ അകത്ത് കയറാൻ പോവാണ്. സോ ബൈ. സോ ഗായ്സ്, നമ്മളിപ്പോ ഒരു റൈഡ്, അതിന്റെ പേര് ചെയർ ലിഫ്റ്റ് ആണ്. ആ റൈഡ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റൈഡ് ചിലപ്പോ നിർത്തിയിട്ട് അപ്പ് ആൻഡ് ഡൗണും സ്റ്റോപ്പ് ചെയ്യും ചിലപ്പോ. അത് കഴിഞ്ഞിട്ട് അവരെ പിന്നെയും മൂവ് ചെയ്യും. അതുപോലെ തന്നെ താഴത്തെ വ്യൂ ഫുള്ള് കാണാൻ പറ്റും. സ്കേറ്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ വീഴാനും കാണാനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴത്തെ ഫുള്ള് സ്കീ ദുബായിൽ തണുപ്പും സ്നോവും എല്ലാം താഴെ കാണാൻ പറ്റും. ഈ റൈഡ് കുറച്ച് നേരം അവിടെ ഇരുന്നാൽ മതി. അത് ലൈക്ക് ഒരു 10 to 15 minutes അതിനകത്ത് ഇരിക്കണം. അത്യാവശ്യം നല്ല വ്യൂ ആണ് ആ റൈഡിലൊക്കെ കയറിയിട്ടിരിക്കാൻ. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു UAE ഫ്ലാഗ് കാണാനും പറ്റും. പിന്നെ കുറെ ആളുകൾ റോപ്പ് പിടിച്ചിട്ട് മുകളിൽ പോവും. അത് മാക്സിമം നിങ്ങളെ ഹൈറ്റിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ആ ഹൈറ്റിൽ പോയിട്ട് നിങ്ങൾ താഴെ സ്കേറ്റ് ചെയ്ത് തിരിച്ച് വരേണ്ടതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. വരുന്നെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. അതും അവരെല്ലാം സാധനം തരും. പക്ഷെ എക്സ്ട്രാ ആയിട്ട് ഇട്ടിട്ട് വേണം വരാൻ. അവരെ ബൂട്ടാണ് അത്ര നല്ലതായിട്ടുള്ളത്. അവര് സോക്സ് ഒക്കെ ഒട്ടും കട്ടിയില്ല. അവരെ ബൂട്ട്സ് കുഴപ്പമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഈ സ്കീ ദുബായിന്റെ അകത്തുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന -4 degrees ആണ്. അതും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പ്ലാൻ ചെയ്ത് വരണം. അത്യാവശ്യം നല്ല സ്നോന്റെ എക്സ്പീരിയൻസ് ആണ്. സോ നമ്മൾ ഈ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കാലിലൊക്കെ നല്ല തണുപ്പ് കിട്ടും. ഇതിൽ തന്നെ നല്ല സ്നോ എക്സ്പീരിയൻസ് ആണ് സ്കീ ദുബായ് വരുന്നെങ്കിൽ.
സോ ഗായ്സ് നമ്മളിപ്പോ ഒരു നെക്സ്റ്റ് റൈഡിൽ കയറാൻ പോവാണ്. നെക്സ്റ്റ് റൈഡിൽ കയറാൻ പോകുന്ന ക്യൂ ആണ് നമ്മളിപ്പോ നിൽക്കുന്ന. അതും ആ റൈഡിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ ബോർഡിൽ കാണുന്ന പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും കയറാൻ അലൗഡ് അല്ല. ഇറ്റ്സ് അബൌട്ട് 30 kgs മാത്രമേ അലൗഡ് ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് ലൈറ്റ് പോലെയാണ്. അതിൽ കൈവച്ചാൽ നല്ല ആശ്വാസം കിട്ടും. അതും മുകളിൽ വരണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഈ ലൈറ്റിൽ കൈ വെക്കുമ്പോൾ നല്ല വാമായിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മളിപ്പോ ഒരു പിസയും ഒരു ലൈസാണ് വാങ്ങിച്ചിട്ടുള്ള. നല്ല പ്രൈസ് ഉണ്ട്, പക്ഷെ ഫുഡ് കൊള്ളാം. വെളിയിറങ്ങിയൊക്കെയാണ്. അവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് നമ്മളെല്ലാം ചെയ്തു. ഇപ്പം നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോട്ടോ എടുത്തില്ല, ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ചു വരാണ്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യും. Guys, I really had a good explanation with how I went inside the skid by actually എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അകത്ത് പോകുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്, പക്ഷെ നല്ല പ്ലാൻ ചെയ്തിട്ട് വേണം വരാം. ഇതെല്ലാം എടുത്തിട്ട് വേണം വരാൻ. കുറച്ച് തണുപ്പ് കാണും. Other than I really enjoyed it a little bit and it was very cool. The rides were very cool and I really liked it. നിങ്ങൾ വരുന്നെങ്കിൽ ആ റൈഡ്സിലൊന്ന് കയറിക്കോ, നല്ലതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.